നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 522 522. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 522. 14-ാം സർഗം നന്ദവസുദേവ സംഭാഷണം. ലീലാകാണ്ഡത്തിൽ, ശ്രീകൃഷ്ണ ലീലാകാണ്ഡത്തിൽ 14-ാം സർഗം നന്ദവസുദേവ സംഭാഷണം. അതിൽ 20-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. വരുന്നോരൊക്കെയും കണ്ടു സന്തോഷിച്ചുര ചെയ്യുകയാം, ഈ വണ്ണം ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല എങ്ങും മൂഴിയിൽ. ഈ ഭൂമിയിൽ ഇതേപോലെ വർണ്ണാഭമായ സൗന്ദര്യം കണ്ടിട്ടില്ല എന്നാണ്. അതാണ് സത്യം. ആ കൃഷ്ണനാണ് ബ്രഹ്മചൈതന്യമായിട്ട് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കണത് എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ എൻ്റെ മോന് വിവാഹം കഴിക്കുന്ന കുട്ടിയെയോ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന വരനെയോ പറ്റി സൗന്ദര്യമില്ല എന്നെങ്ങനെ പറയാം? സൗന്ദര്യം ഭഗവാന്റെ ആണ്. ആ ഭഗവാൻ ചൈതന്യവത്തായിട്ട് എല്ലാവരുടെയും ഹൃദയഗുഹയിലിരിക്കണം, വസിക്കണം. ഈ ഒരു പോരായ്മ, ഈ ഒരു അറിവിൻ്റെ പോരായ്മ അല്ലേ നമ്മൾ കറുപ്പാണ്, പുഷ്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മടങ്ങിപ്പോരുന്നത്? ആലോചിച്ച് നോക്കണം. സർവേശ്വരനാണ് എല്ലാവരെയും നയിക്കണത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരെ നമ്മൾ മാറ്റി നിർത്തും ജീവിതത്തിൽ? ആരോട് നമ്മൾ മാറി നിൽക്കാൻ പറയും? ആർക്കാണ് അയിത്തം? പറയൂ. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട് 84 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സിലെല്ലാം തന്നെ ഭഗവാൻ ആത്മചൈതന്യമായിട്ട് കുടികൊള്ളുമ്പോൾ ആരേനെ നമ്മൾ നികൃഷ്ട ജീവി എന്ന് വിളിക്കുക? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പൂർവികർ നാഗാരാധന ചെയ്തിരുന്നത്. കൈയില്ല, കാലില്ല, ചെവിയില്ല, കയ്യിലുള്ളത് പക്ഷാടേരിയും അതിനെയും കൂടി ആരാധിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത്ര വിഷം, അതിനേക്കാൾ വിഷം മനുഷ്യന്മാരിലുണ്ട് പ്രവൃത്തിയിൽ. അങ്ങനെ പറയണം, പ്രവൃത്തിയിൽ. അപ്പോൾ അവിടെ ചളി കണ്ടാൽ മാറി നടക്കുക എന്നുള്ള മര്യാദയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഈ വണ്ണം ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല എങ്ങ് മൊഴിയിൽ, അതിൻ്റെ ഒരു അർത്ഥതലം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ 21-ാമത്തെ ശ്ലോകം പറയണു, കണ്ടാൽ കൺതട്ടുമെന്നുള്ളിൽ ഭയം ഉണ്ട്, അഖിലേശ്വരൻ കനിഞ്ഞിടണമെന്നെന്നും ദീർഘായുസ്സായി വിളങ്ങുവാൻ. അതായത് കണ്ടാൽ കൺതട്ടുമെന്നുള്ളിൽ ഭയമുണ്ട്, അഖിലേശ്വരൻ കനിഞ്ഞിടണം എന്നെന്നും. ഇതേപോലെയുള്ള കുട്ടികളെ ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഇദ്ദേഹം തന്നെ ആണ് ശ്രീകൃഷ്ണൻ, ഇദ്ദേഹത്തിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. മഹാവിഷ്ണുവാണ്, പൂർണ്ണാവതാരാണ്. കനിഞ്ഞിടേണം എന്നെന്നും ദീർഘായുസ്സായി വിളങ്ങുവാൻ. കഷ്ടം കംസൻ മഹാപാപി അങ്ങേക്ക് 6 കിടാങ്ങളെ കൊന്നാൻ, അതോർക്ക വയ്യ ഏതും എന്തു ചെയ്യാം നമുക്കിതിൽ. അപ്പോൾ ഓർക്ക വയ്യാതെ എന്തു ചെയ്യാം നമുക്കതിൽ എന്നുള്ളത്, നമുക്കതിൽ നിന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് അറിവ് വെച്ച ദിവസം മുതൽ ഇന്നേ വരേക്ക് എന്തെല്ലാം പ്രതികൂല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്.
അതിന് നമ്മൾ തലകുത്തി നിന്നത് കൊണ്ട് കാര്യമാവുമോ? ഇല്ല. കാരണം എന്താ? അവരവർ ചെയ്ത കർമ്മത്തിൻ്റെ പോരായ്മയാണ് സന്താപങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ട്യൂൺ ചെയ്യണം. സന്താപങ്ങൾ ഉണ്ടാവുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതേണ്ടിരുന്നാൽ മതി. അതിന് നമുക്ക് ശാസ്ത്രം പറഞ്ഞാൽ മതി. ഈ ശാസ്ത്രം എന്ന് പറഞ്ഞതാണ് വേദം. ആ വേദത്തിനെ തിരിച്ചിട്ടാൽ ദേവനായി. ആ ശാസ്ത്രം അറിയണമൊക്കെ ദേവന്മാരായി. വേദം അറിയുന്നവരൊക്കെ ദേവന്മാരാണ്. അപ്പോൾ പറയണു, ഇപ്പോഴുണ്ടായ പെൺകുട്ടി മറഞ്ഞാൽ അതും അത്ഭുതം. ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിനെ കാണാനില്ല അല്ലേ? അതിനെ കാണാനില്ല. അതിൻ്റെ അടുത്ത് അപ്പം ഇതൊക്കെയാണ് കോൺട്രാഡിക്ഷൻ അല്ലേ? എപ്പോഴുണ്ടായ പെൺകുട്ടി മറഞ്ഞാൽ അതും അത്ഭുതം, പുണ്യാത്മാക്കൾക്കും ഈ വണ്ണം കാൺമതാണ് അതിസങ്കടം. അലോരസങ്ങളായ കാര്യങ്ങൾ പുണ്യാത്മാക്കൾക്ക് ഉണ്ടാവണതാണ് അലോരസം. പക്ഷെ അത് സഹിക്കാൻ നിവർത്തിയുള്ളൂ. അത്തുൽ കടമഹാപാപമേറെ ചെയ്തിട്ടും ഈ വിധം ആഹ്ലാദമാർന്നേ പാർത്തട്ടിൽ വാഴ്വൂ ചിലരിതെങ്ങിനി. ചിലവർ മഹാപാപങ്ങൾ അനുഭവിച്ചിട്ടും എന്താ പറയുക, സമഭാവനയോടുകൂടി ജീവിതം നയിക്കുക ചിരിച്ചും കൊണ്ട്. ഇപ്പോൾ വസുദേവരൊക്കെ അതാണ് ചെയ്യണത്. 6 കുട്ടികളെയാണ് കംസൻ മഹാഭാവി വട്ടക്കല്ലിൽ അടിച്ചു കൊന്നത്. പക്ഷെ അദ്ദേഹം ജീവിക്കണു. അദ്ദേഹം ചിരിച്ചിട്ടാണ് സംസാരിക്കണത്. കാരണം സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കുക എന്നല്ലാണ്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ചോദിക്കരുത്. ആ ചോദ്യം വന്നാൽ അതിനർത്ഥം നമ്മൾ വേദോക്തമായ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഇപ്പോൾ ഞാൻ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ചിലവർക്ക് എന്താ അറിയേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ സൺറൈസ് ടു സൺസെറ്റ് ചമ്പ്രം പണിഞ്ഞിരിക്കുന്നത്, വേറൊന്നും അവർക്ക് അറിയണ്ട. അങ്ങനെ പലതും മനസ്സിലായില്ലേ? അപ്പോൾ ചിലവർ ചോദിക്കും, IIT-യിൽ ജോലി ഉണ്ടായിട്ട് നിങ്ങളെങ്ങനെയാണ് ആചാര്യനായിട്ട് പോണത്? നിങ്ങൾക്ക് എവിടെ നിന്ന് അതൊക്കെ മനസ്സിലാക്കാൻ സമയം, പറയാൻ സമയം, വായിക്കാൻ സമയം? എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിനെ നമുക്ക് പ്രിയോറിറ്റൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ മതി. ഇപ്പം ഞാനൊക്കെ IIT-യിൽ കാലെടുത്ത് വെച്ച കാലത്ത് ഒരു 33-35% മലയാളികളുണ്ടായിരുന്നു IIT-യിൽ. ഇപ്പോൾ അത് 0.5 ഉള്ളൂ. അന്ന് എല്ലാവരും കള്ളിമുണ്ടും ചീട്ടുകളിയും കള്ളുകൂടിയും അതൊരു ആർഭാടാണ് അന്നത്തെ കാലത്ത്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് നമ്മളെങ്ങനെ ഇങ്ങനെയായത്? അവിടെ ഇതിനൊന്നും കോഴ്സില്ല. IIT-യിൽ BTech, MTech, PhD ഒക്കെ ഉണ്ട്. പക്ഷേ ആചാര്യനാവാനുള്ള കോഴ്സൊന്നുമില്ല. പക്ഷേ അതോ എന്താ കാരണം? ആഹ്ലാദമാർന്നേ പാർത്തട്ടിൽ വാഴൂ. അതിന് ഞാൻ വിധിച്ചിട്ടുണ്ട്. എപ്പോഴും ആഹ്ലാദമാർന്നേ ഭൂമിയിൽ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ളതിന് എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ. ചിലരിതെങ്ങനെ മനുഷ്യദൃഷ്ടിക്ക് ഇവതൻ തത്വം കാൺമീലൊരിക്കലും. ഓരോരുത്തരുടെയും പ്രത്യേക സാഹചര്യത്തിലുള്ള ജീവിതാനുഭവങ്ങൾക്ക് മനുഷ്യദൃഷ്ടിക്ക് ഇവതൻ തത്വം കാൺമീലൊരിക്കലും. പണ്ഡിതൻ പാമരൻ മൂർഖൻ ധീമാൻ എന്നില്ല സർവരും എല്ലാവരും. സഹസ്രപാണിതൻ കയ്യിലോർത്താലോരോരു ചട്ടുകം. സഹസ്രപാണി എന്താ? സഹസ്രപാണി ഈ ഭഗവാനെ കീർത്തിക്കുമ്പോൾ പുരുഷ സൂക്തം പറഞ്ഞൊരു മന്ത്രമുണ്ട്. അതിലിതാണ് പറഞ്ഞത്. 1000 കൈയുള്ളവൻ, 1000 കൈയുള്ളവൻ, കാലുള്ളവൻ, 1000 കണ്ണുകളുള്ളവൻ, 1000 ചെവികളുള്ളവൻ, 1000 തലകളുള്ളവൻ. അങ്ങനെയാണ്. അപ്പോൾ ഒരു തലയ്ക്ക് 2 കണ്ണ് വേണ്ടേ? അത് ചോദ്യമില്ല. അവിടെ 1000 എന്നുള്ളതിന് ഇന്യൂമറബിൾ എന്നർത്ഥം പറയാം. 999 കഴിഞ്ഞിട്ടുള്ള 1000 അല്ല, അത് ഇന്യൂമറബിൾ. എണ്ണിയാൽ തീരില്ല എന്നർത്ഥം. സഹസ്രപാണിതൻ കയ്യിലോർത്താലോരോരോ ചട്ടുകം. ഞാനും നിങ്ങളൊക്കെ ഭഗവാന്റെ ലീലാവിനോദനത്തിന് ആയിട്ടുള്ളൊരു ചട്ടുകാണ്.
ഭഗവാൻ ചട്ടകം കമത്തി പിടിക്കുകയോ ചിരിച്ച് പിടിക്കുകയോ മലത്തി പിടിക്കുകയോ ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ആദേശപ്രകാരം നമ്മൾ ജീവിക്കുക. കാരണം ഭഗവാനാണ് ഓരോരുത്തരുടെ ജീവിതം ഡയറക്റ്റ് ചെയ്യണത്. കാരണം എന്താ, ഭഗവാൻ അറിയാം ഞാനും നിങ്ങളും എന്തെല്ലാം പാപപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ജീവിത രീതിയാണ് തരിക. സഹസ്രപാണിതൻ കയ്യിൽ ഓർത്താൽ ഓരോരു ചട്ടുകം സുഖവും ദുഃഖവും മണ്ണിൽ കടന്നിങ്ങനെ നീങ്ങവേ വെറും വെളിയിലെ കാര്യം മാത്രമായി കണ്ടൊരേ വിധം അതേതും ഉള്ളിൽ വയ്ക്കാതെ മുകുന്ദപദ പങ്കജം. ഇഷ്ടമുള്ളത് കണ്ടാലും ഇഷ്ടമില്ലാത്തത് കണ്ടാലും എന്തു തന്നെ ആയാലും അതേതും ഉള്ളിൽ വയ്ക്കാതെ. കാരണം ഈ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടോ ഏതെങ്കിലും ഒന്നായിട്ടോ വരും. പക്ഷേ രണ്ടും പെർമനൻ്റ് അല്ല. വി ആർ ഡിസ്റ്റൈൻഡ് ടു ബി ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം. മനുഷ്യ മനസ്സ് ആനന്ദിക്കാനാണ്. പക്ഷെ കർമ്മങ്ങൾ നമ്മളെ ദുഃഖം ഉണ്ടാക്കി തരികയാണ്. പ്രകൃതിയുടെ ഗുണങ്ങളായിരിക്കുന്ന തമോ ഗുണം, സാത്വിക ഗുണം, രജോ ഗുണം, അല്ലെങ്കിൽ തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം, സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് ഭഗവാന്റെ അല്ല. പക്ഷേ ഭഗവാൻ മായയെ നിയന്ത്രിക്കുന്ന പോലെ ഈ ഗുണങ്ങളുള്ള ആൾക്കാരെ പാശമില്ല, അതായത് കയറില്ലാണ്ട് കെട്ടിട്ട കൂട്ടത്തിൽ ചാടടാ കുഞ്ചിരാമ ചാടിക്കുന്നുണ്ട്. അത് ലീലയാ വിനോദമാടുന്നു എന്ന് പറഞ്ഞ പോലെയുള്ളൂ. അതുകൊണ്ടാണ് വെറും വെളിയിലെ കാര്യം മാത്രമായി കണ്ടൊരേ വിധം അതേതും ഉള്ളിൽ വയ്ക്കാതെ മുകുന്ദപദ പങ്കജം ചിന്തിച്ചേ പുഞ്ചിരുകൊള്ളൂ അങ്ങ് ഓർക്കിൽ അത് പുണ്യവാൻ. നമ്മൾക്ക് ബാഹ്യമായി കുടുംബസ്വത്ത് കിട്ടിയോ കിട്ടിയില്ലയോ, അല്ലെങ്കിൽ സഹോദരന്മാർ കുതികാല് വെട്ടിയോ, നിൽക്കുന്നതിൻ്റെ താഴെയുള്ള പരവതാനി വലിച്ചോ, മണ്ണ് അളയ്ക്കുകയോ, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, വെറും വെളിയിലെ കാര്യം മാത്രമായി കണ്ടൊരേ വിധം അതേതും ഉള്ളിൽ വയ്ക്കരുത്. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വയ്ക്കരുത്. മനസ്സിൽ എന്തുണ്ടാവാൻ പാടുള്ളൂ? ഈശ്വരാരാധന. കാരണം മനസ്സിലാണ് ഈശ്വരൻ ഇരിക്കുന്ന. ചിതാഭാസൻ, ചിതാഭാസൻ, സത്താമാത്രനായിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ അതേതും ഉള്ളിൽ വയ്ക്കാതെ മുകുന്ദപദ പങ്കജം ചിന്തിച്ചേ പുഞ്ചിരുകൊള്ളും അങ്ങോർക്കിൽ അതിപുണ്യവാൻ. അപ്പോൾ ദുഃഖങ്ങൾ ഉണ്ടായിട്ടും സന്തോഷം നടിക്കുക, അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കുന്ന പ്രതീതി ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ മഹാഭാഗ്യവാന്മാരാണ്. അവർ ഈശ്വരതത്വം അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ദുഃഖിച്ചിരിക്കുന്നവർ ഈശ്വരതത്വം അറിയാത്തവരാണ്. അപ്പോൾ ചിന്തിച്ചേ പുഞ്ചിരിക്കൊള്ളും അങ്ങോർക്കിൽ അതിപുണ്യവാൻ വസുദേവനുടൻ ചൊല്ലി നന്ദഗോപനോടിങ്ങനെ. അപ്പോൾ താൻ വലിയ ഭാഗ്യവാനാണ്. തനിക്ക് ദുഃഖങ്ങളുണ്ടായിട്ടും ആ ദുഃഖങ്ങൾ മുഖത്ത് കാണുന്നില്ല. താൻ സദാസമയത്തും തൂമന്ദഹാസം പൊഴിക്കുന്ന ആളാന്നൊക്കെ ഇങ്ങനെ നന്ദഗോപുർ പറഞ്ഞപ്പോൾ നന്ദഗോപുർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. വസുദേവൻ ഉടൻ ചൊല്ലി നന്ദഗോപനോടിങ്ങനെ. എന്താ പറഞ്ഞത്? ഗോകുലത്തിങ്കലുണ്ടെന്തോ ദുർനിമിത്തങ്ങൾ കാൺമൂ ഞാൻ. അവനവൻ്റെ ദുർനിമിത്തങ്ങൾ അനുഭവിക്കുക കാരണമാണ് വേറൊരാൾ ദുർനിമിത്തങ്ങൾ അനുഭവിക്കരുത് എന്നുള്ള വിചാരം ഉണ്ടാവുള്ളൂ. എന്നാൽ ചിലവരുണ്ട്, എൻ്റെ 2 കണ്ണ് പോയാലും മറ്റവൻ്റെ 1 കണ്ണെങ്കിലും പോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ 1 കണ്ണ് പോയാലും മറ്റവൻ്റെ 2 കണ്ണും പോട്ടെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എക്സെപ്ഷണൽ കേസാണ്. അതിനൊന്നും വേദത്തിൻ്റെ അല്ലെങ്കിൽ ഉപദേശങ്ങളുടെ പിന്തുണയില്ല. അപ്പോൾ ഗോകുലത്തിങ്കലുണ്ടെന്തോ ദുർനിമിത്തങ്ങൾ കാൺമൂ ഞാൻ ആഘോഷങ്ങൾ ചുരുക്കേണം ഒട്ടുനാളവിടങ്ങളിൽ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ കംസൻ്റെ കാലം കഴിയണ വരെ നമ്മൾ ആഘോഷങ്ങൾ തിമർപ്പൊന്നും വേണ്ട. ആഘോഷങ്ങൾ ചുരുക്കേണം ഒട്ടുനാളവിടങ്ങളിൽ എന്നല്ല നമ്മൾ തൻ വീഴ്ച മറ്റാരും അറിയാകിനി. ഞാനും താനും ഇത്ര സുദൃഢമായ ഒരു ബന്ധമുണ്ട് എന്ന് പൊതുജനങ്ങൾ അറിയണ്ട. എന്താ കാരണം?
ഞാൻ എന്തെങ്കിലും അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ മോശമല്ലേ? അതാണല്ലോ ശരി. എന്നല്ല നമ്മൾ തൻ വേഴ്ച മറ്റാരും അറിയായിക ഇനി ചൊല്ലേണം അങ്ങുടൻ കംസന്നേകാം വിവരമോർത്തു ഞാൻ. ചെല്ലേണം അങ്ങുടൻ കംസന്ന ഏകാം വിവരമോർത്തു ഞാൻ. അതായത് അങ്ങ് വന്ന കാര്യം കപ്പൊക്കെ കൊടുത്തിട്ട് ഉടനെ മടങ്ങിപ്പോയിക്കോളൂ. പെട്ടെന്നെണീറ്റതു വിധം വസുദേവവാക്യം കേട്ട് ഉള്ളിലാകുത പൊങ്ങി നന്ദഗോപൻ പട്ടിൻ്റെ പൂങ്കൊടി പറപ്പൊരു കാളവണ്ടി കെട്ടി തെളിപ്പതെന്നുരച്ചതിലേറെ വേഗം. അപ്പോൾ നന്ദഗോപര് ഈ വസുദേവരുടെ ഒരു കോഷൻ കെട്ടിയോട് കൂടി പെട്ടെന്നെണീറ്റു. അതുവിധം വസുദേവവാക്യം കേട്ട് ഉള്ളിൽ ആകുലത. ഞാൻ അവിടെ എത്തണതിൻ്റെ മുമ്പ് അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ആ ആകുലത പൊങ്ങിയ നന്ദഗോപൻ ഒരു പട്ടിൻ്റെ പൂങ്കൊടി പറപ്പൊരു കാളവണ്ടിയിലാണ് വന്നിട്ടുള്ളത്, കുതിരവണ്ടിയിലല്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാളവണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് ചെപ്പിൻ്റെ ഉള്ളിൽ രത്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നതിൽ ഒരർത്ഥ ഭംഗി കമ്മിയുണ്ട്. അതാണ് പറഞ്ഞത്. അദ്ദേഹം ഇപ്പോഴത്തെ കാലത്തെ വെച്ചിട്ടാണ് നന്ദഗോപരുടെ കുട്ടീനെ കാണാൻ പോകുമ്പോൾ ഇതുവരെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പതക്കൊക്കെ ഇട്ടിട്ട് പോകണം എന്നൊക്കെ പറയാൻ കാരണം, അവർ ശരിക്കും നോർമാഡിക് ട്രൈബ്സാണ്. അവർ ചെങ്കല്ല് കൂടി ഉരച്ച് തുടർന്ന ആൾക്കാരാണ്. അതാണ് കാളവണ്ടിയിലാണ്, കുതിരവണ്ടിയിലല്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ പട്ടിൻ്റെ പൂങ്കൊടി പറപ്പൊരു കാളവണ്ടി കെട്ടിത്തെളിപ്പതിനുരച്ച്, കാളവണ്ടിക്കാരനോട് ചട്ടം കെട്ടി വേഗം പോവുക, ചാടി കയറി വേഗം എന്നാണ് പറഞ്ഞത്. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ചതുർദശ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് പൂതനാമോക്ഷം 15-ാം സർഗം. വളരെ വിശേഷപ്പെട്ട ജനറലൈസ് ചെയ്തിട്ടുള്ള കഥകളി കണ്ടിട്ടുള്ളവരും കഥകളി പദം കേട്ടിട്ടുള്ളവരും അല്ലേ? പൂതനാമോക്ഷം. പൂതനയ്ക്ക് എങ്ങനെയാണ് ഭഗവാൻ മോക്ഷം കൊടുത്തത്? നന്ദഗോപൻ അകക്കാമ്പിൽ നന്നായോർത്തു മുകുന്ദനെ. സാക്ഷാൽ ഈശ്വരനെ മനസ്സിലോർത്തു. നന്ദഗോപൻ അകക്കാമ്പിൽ നന്നായോർത്തു മുകുന്ദനെ. ഉണ്ണിക്കാപത്തു യാതൊന്നും മണയായി വാൻ മഹാമതി. മഹാമതി അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഉണ്ണിക്ക് യാതൊരു തരത്തിലുള്ള അപജയങ്ങളും വരാതെ കണ്ടിരിക്കാൻ, ശാരീരികമോ മാനസികമായിട്ടുള്ള വൈക്ലഭ്യങ്ങൾ വരാതെ കണ്ടിരിക്കാൻ, ഉണ്ണിക്ക് ആപത്ത് യാതൊന്നും അണയായി വാൻ മഹാമതി മിണ്ടാതെ ഭഗവൻ നാമം ജപിച്ചും കൊണ്ടിരിക്കവേ. ഇതെന്തുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണില്ല? പരീക്ഷ പാസ്സാവോ പാസ്സാവില്ലേ, ജാതകം ഒക്കോ ഇല്ലയോ, വീട് വയ്ക്കാൻ പറ്റുമോ പറ്റില്ലയോ, വണ്ടി വാങ്ങാൻ സാധിക്കുമോ സാധിക്കില്ലേ, അച്ഛനമ്മമാരുടെ അസുഖം മാറണില്ലേ, ഇതൊക്കെ സ്വാഭാവികമാണ്. ഐദർ പ്ലസ് ഓർ മൈനസ് ഓർ രണ്ടും കൂടിയിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്നൊക്കെ തരണം ചെയ്യാനുള്ള ഉപാധി ഈശ്വരസ്മരണയാണ്. ഈശ്വരനാമത്തിന് നാം ചെയ്തിട്ടുള്ള പാപപങ്കലമായ പാപങ്ങളെ ഭസ്മീകരിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് പല സ്ഥലത്തും ഭാഗവതം പറയുന്നുണ്ട്. അതൊന്നും നമ്മുടെ ചെവിയിൽ പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്ക് സങ്കടമുണ്ട്. എന്താ സങ്കടം? എന്താ ഇവിടെ പറഞ്ഞതിപ്പോൾ? മിണ്ടാതെ ഭഗവൻ നാമം ജപിച്ചും കൊണ്ടിരിക്കവേ കുതിച്ചോടി കുടമണി കുലുക്കിക്കൊണ്ടു കാളകൾ. ഉണ്ണിക്കാപത്തു യാതൊന്നും മണയായി വാൻ മഹാമതി. അപ്പോൾ ഈശ്വരനാമം ചെല്ലുന്നത് വലിയ ഒരു സാർത്ഥകമായ കാര്യമാണ്, അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അത് അവരവർ ചെല്ലണം, അത് പൂജാരീനെ ഏൽപ്പിക്കരുത്. അതിനെ നാമം ചെല്ലാൻ പെൻഡ്രൈവിനെ ഏൽപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവരവർക്ക് കൃഷ്ണ രാമ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ അവരവർ പാടണം. അവരവരുടെ വിശപ്പിന് അവരവർ ആഹാരം കഴിക്കണം. അവരവരുടെ ദാഹത്തിന് അവരവരെ പാനം ചെയ്യണം. അത് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ
ഈശ്വരാരാധന അവരവർക്ക് അറിയുന്ന പോലെ ചെയ്യുക. കുതിച്ചോടി കുടമണി കുലുക്കി കൊണ്ടു കാളകൾ അമ്പാടിയിൽ അണഞ്ഞാൾ അന്നൊച്ചയ്ക്കൊരു മനോഹരി അന്നോ. അപ്പോൾ ആ കഥ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സൈമൾട്ടേനിയസ്ലി ഒരു 3 ഡൈമെൻഷൻ സിനിമ കാണുന്ന കൂട്ടത്തിൽ അവിടെയാണ് വ്യാസതൂലികയുടെ മഹത്വം. ഒരു ഭാഗത്ത് കുടമണി കുലുക്കിയിട്ടുള്ള കാളവണ്ടി ഗോകുലത്തിലേക്ക് ഓടി വരുന്നു. അന്നേ ദിവസം അമ്പാടിയിൽ അണഞ്ഞാൽ അന്നൊച്ചയ്ക്കൊരു മനോഹരി അന്നോളം ആരും കാണാത്ത പുതുതായൊരു പെൺമണി. ഇതുവരെ ഈ സ്ത്രീനെ ഇവിടെ കണ്ടിട്ടില്ല. മനോഹരി, മനസ്സിന് ഹരം ഉണ്ടാക്കുന്നവളാണ് ആ മനോഹരൻ എന്നൊക്കെ പറഞ്ഞ. പക്ഷെ മനസ്സിന് ഹരം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. എന്താ കാരണം? മനസ്സിന് വിവേകമാണ് ഉണ്ടാവേണ്ടത്, ഹരം ഉണ്ടാവരുത്. അപ്പോൾ അമ്പാടിയിലണഞ്ഞാളന്നൊച്ചയ്ക്കൊരു മനോഹരി അന്നോളമാരും കാണാത്ത പുതുതായൊരു പെൺമണി പൂണ്ടും ചുണ്ടും ചോപ്പിച്ചു. ഈ ലിപ്സ്റ്റിക്ക് അന്നത്തെ കാലത്തുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഈ നാവുകൊണ്ട് പല്ലുകൊണ്ട് ഇങ്ങനെ ഈ ചെറിയ കീഴ്ച്ചുണ്ട് 10 പ്രാവശ്യം കടിച്ചു പിടിച്ച് വിട്ടാൽ അത് ചുവക്കും. പക്ഷേ അത് അപലക്ഷണമാണെന്ന് കാരണവന്മാർ പറയും. പ്രത്യേകിച്ച് സ്ത്രീകൾ കീഴ്ച്ചുണ്ട് സ്വയം കടിച്ച് കാണിക്കരുത്. അത് വലിയൊരു ആപത്താണ്. എന്താ ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. എന്താ ചോദിക്കരുത്. എൻ്റെ എന്താണെന്നാ പറയുക, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ആദ്യം 80 രൂപ ശമ്പളം തന്ന മാരാര് മാഷ് പറയും. അദ്ദേഹം ഒരു പേരുകേട്ട ഇല്ലത്തെ നമ്പൂരിയുടെ മകനാണ്, അമ്പലവാസിയാണ്. അമ്മ എൻ്റെ അച്ഛൻ അയ്യരാണ്, അമ്മ നായരാണ്. ഞങ്ങൾക്ക് പല ദുഃഖങ്ങളുമുണ്ട്. എന്താ അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റില്ല. അന്നത്തെ കാലത്തെ ഒരു സ്ഥിതി അങ്ങനെയായിരുന്നു. പക്ഷെ അദ്ദേഹം നല്ല വിറ്റടിക്കും. ഒരാൾ ചോദിച്ചു, ആങ്ങില്ലാണ്ട് വർത്തമാനം പറയാൻ പറ്റുമോ? ധാരാളം എന്ന് പറഞ്ഞു. അതേപോലെ ഒരാളൊരു കാര്യം ഇന്നെന്താ ചോദിക്കരുത്. ഇന്നെന്താ ചോദിച്ചാൽ ആ ഉപദേശിച്ചതിൻ്റെ പൊരുൾ നഷ്ടം വന്നു. ഇന്നെന്താ ചോദിക്കരുത്. അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള, അതായത് ഞാൻ 73 വരെയാണ് പട്ടാമ്പിയിൽ ഉണ്ടായിട്ടുള്ളൂ. 73 മാർച്ച് വരെ. അപ്പോൾ എത്ര കൊല്ലമായി? 83, 93, 2003, 2013, 2023. 51 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. 51 കൊല്ലം മുമ്പേ ഞാൻ ആരാധിച്ച് വരുന്ന മാരാര് മാഷയുടെ വർത്തമാനങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അതാണ് ഇവിടെ പറയാൻ കാരണം. ചുണ്ടും ചോപ്പിച്ചു വാർമുല്ലമാലയും ചൂടി അങ്ങനെ കുങ്കുമം കൊണ്ടു ശൃംഗാരപ്പൊട്ടും തൊട്ടതിഭംഗിയിൽ. ചന്ദനം ശൃംഗാരമല്ല, കുങ്കുമം ശൃംഗാര. അതാണ് അതിൻ്റെ വ്യത്യാസം. കുങ്കുമം കൊണ്ടു ശൃംഗാരപ്പൊട്ടും തൊട്ടതിഭംഗിയിൽ ചമഞ്ഞാടിക്കുഴഞ്ഞിടും അഴകേറിയ മോഹിനി. കാണുന്നവർക്ക് മോഹം ഉൽപ്പന്നമാക്കുന്നവളെയാണ് മോഹിനി എന്ന് പറയാം. ഈ ഭാഗവതത്തിലെ മോഹിനി എന്നുള്ള വാക്ക് വളരെയധികം ഉദാത്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സജ്ജനങ്ങളുടെ ജീവിത താളം തെറ്റിക്കാൻ മോഹിനിമാർ വരും. മായ വരുന്നർത്ഥം. സ്ത്രീ സങ്കല്പമാണ് മായ. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഇവിടെ ചമഞ്ഞാടി കുഴഞ്ഞിടും മടകേറിയ മോഹിനി തള്ളലാലുള്ളിൽ തന്നെത്താൻ തെളിയുന്നവൾ ചന്തണ്ടലർ പൂമൊട്ടൊന്നുകൂടെ മണപ്പവൾ. ഒരു ചുവന്ന താമരപ്പൂവ് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇളക്കുന്നുണ്ട്. ചിലവരുണ്ട് സ്വന്തം പിന്നിട്ട തലമുടി ഇങ്ങനെ ചുവറ്റി നടക്കുന്ന ആൾക്കാരുണ്ട്. ചിലവർ ചാവി ഇങ്ങനെ കറക്കുന്ന ആൾക്കാർ. ചിലവർ ചെറിയ പേഴ്സ് ഇങ്ങനെ തിരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്, സുദർശനം പോലെ. ഇവിടെ അങ്ങനെയല്ല. ചെന്തണ്ടലർ പൂമൊട്ടൊന്ന് താമരപ്പൂവല്ല, താമരമുട്ട. കൂടെ മണപ്പവൾ മുമ്പെത്രയോ പരിചയമുള്ള പോലെ നടിപ്പവൾ. ആരെ കണ്ടാലും പരിചയം നടിക്കുന്ന അർത്ഥം.
ഇടയ്ക്കിടയ്ക്ക് തൻ പൂങ്കൈ വിരൽ മെല്ലെ കടിപ്പവൾ. അതായത് പൂവ് പിടിച്ചിട്ടുള്ള കയ്യിലെ വിരലൊന്ന് കടിക്കും. അതൊരു അപശകുന. പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആളെ കാണുമ്പോൾ കയ്യിൻ്റെ വിരൽ കടിക്കുക ഒരു ദുർനിമിത്താണത്. ആൾക്കാരെ വശീകരിക്കുക എന്നൊക്കെ പറയും. വിരൽ മെല്ലെ കടിപ്പവൾ അകത്തു പൂകി നിശങ്കം എങ്ങെങ്ങും വിലസുന്നവൾ. ആരുടെ വീട്ടിലും കയറി ഒരു മുഖപരിചയമില്ലാത്തവരുടെ വീട്ടിൽ കയറിയിട്ട് എന്താ സുഖമില്ല എന്നൊക്കെ ചോദിക്കും. അവൾ വരണത് എന്തിനാ? 10 ദിവസം പ്രായമായിട്ടുള്ള കുട്ടികളുണ്ടോയെന്ന് അറിയാനാണ്. 10 ദിവസം എന്നാ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 10 ദിവസം താഴെയുള്ള കുട്ടികളെ കൊന്നോളാൻ കംസൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കു തൻ പൂങ്കൈ വിരൽ മെല്ലെ കടിപ്പവൾ അകത്തു പൂകി നിശങ്കം, ശങ്കയില്ലാതെ കണ്ട് എങ്ങെങ്ങും വിലസുന്നവൾ. കണ്ടാൽ പൊൻതൊട്ടിലിൽ പട്ടുവിരിപ്പിൽ കൊച്ചു കുഞ്ഞിനെ അമ്പാർ നമ്മ പുതപ്പിച്ചു കിടത്തിയ കിടാവിനെ. ഇവള് വന്ന് കയറിയത് യശോദ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ പൊൻകട്ടിലെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാൻ പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ, ഞാൻ അത്രേ പറയുള്ളൂ. നോർമാലിക് ട്രൈബ് അപ്പോൾ പൊൻകട്ടിലൊന്നും ആവാൻ നിവർത്തിയില്ല. കാളവണ്ടി ഓടിക്കണ ആൾക്കാരല്ലേ. അപ്പോൾ കണ്ടാൽ പൊൻതട്ടിലിൽ പട്ടുവിരിപ്പിൽ കൊച്ചു കുഞ്ഞിനെ അമ്പാർ നമ്മ പുതപ്പിച്ചു കിടത്തിയ കിടാവിനെ കായാമ്പൂളി വർണ്ണം പൂണ്ടഴകേറിയിടും കായാമ്പൂവളി വർണ്ണം പൂണ്ടഴകേറിയിടും. കറുപ്പിന് അഴക് കൂടുന്നാ പറയാം. അപ്പോൾ കായാമ്പൂവൊളി വർണ്ണം പൂണ്ടഴകേറിയിടും ഉണ്ണിയെ മഹാപ്രഭാവമൊട്ടാകെ ഒളിപ്പിച്ചൊരു ബാലനെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാപ്രഭാവം ഒട്ടാകെ ഒളിപ്പിച്ചൊരു ബാലനെ. സാക്ഷാൽ മഹാവിഷ്ണുവാണ്, പൂർണ്ണാവതാരാണ്. പക്ഷെ തൻ്റെ പ്രഭാവം ഒക്കെ പുറത്ത് കാണിക്കാണ്ട് ഇവള് വരുന്നുണ്ട് എന്ന് മനസ്സിലായി. ദിവ്യജ്ഞാനിയാണല്ലോ അദ്ദേഹമാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കണത്. കണ്ണടച്ചു എന്നാ. കാരണം ദർശനം കൊടുത്താൽ അവളെ കൊല്ലാൻ പാടില്ല. എന്നാൽ അമ്മയുടെ സ്ഥാനത്ത് അമ്മ എന്ന വ്യാജേനയാണ് മുല കൂട്ടണത്. അമ്മമാരാണല്ലോ മുല കൂട്ടുക. അതിലൊക്കെ ആളെ കൂടെ വിഷം തേച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ തൻ്റെ കൈ ചുരുട്ടിയ കൈ കൊണ്ട് വൈപ്പർ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തടവി മുലക്കണ്ണ് വായലാക്കി കുടിച്ചു. അതോടുകൂടി പൂതനയുടെ ആയുസ്സിനും കുടിച്ചു ഭഗവാൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഒരു തലനാര് ടിപ്പിനെ 100ആക്കി വിഭജിച്ചു. വിഭജിച്ച ഒരു ഭാഗത്തിനെ വീണ്ടും 100ആക്കി വിഭജിച്ചു. അപ്പോൾ പിന്നെ മുലയുടെ എത്ര ഒന്നിലധികം അല്ല, ഒരു 6-7 ദ്വാരമുണ്ട് മുലഞ്ഞിട്ടിന് പാല് വരുന്നത്. അതുകൂടെ ഒന്നുകൂടെ ഭഗവാൻ ഭൂതനയുടെ ആയുസ്സിനെ അശിച്ചു, പാനം ചെയ്തു. അപ്പോൾ യുക്തിസഹജമായിട്ടുള്ള ഉപദേശങ്ങളാണ്. ഭാഗവതം മുഴുവൻ യുക്തിസഹജമാണ്. നമുക്ക് യുക്തി ഇല്ലയെന്ന് തോന്നാൻ കാരണം നമ്മൾക്ക് അതിൻ്റെ പ്രയോഗശാസ്ത്രത്തിലുള്ള വാക്കുകളുടെ അർത്ഥതലങ്ങൾ അറിഞ്ഞിട്ടില്ല. അതാണ്. അപ്പോൾ മഹാപ്രഭാവമൊട്ടാകെ ഒളിപ്പിച്ചൊരു ബാലനെ ഇവൻ താനിനി മറ്റെങ്ങും തിരയേണ്ടെന്നുറച്ചവൾ. ഇവനാണ് എൻ്റെ സ്വാമിയെ ദ്രോഹിക്കാൻ വരുന്നവൻ, വേറെ ആരുമില്ല, ഇനി വേറെ എവിടെയും പോകണ്ട, ഇവനങ്ങോട്ട് കൊന്നാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു എന്ന് പൂതന മനസ്സിൽ വിചാരിക്കാം. ഇവൻ താനിനി മറ്റെങ്ങും തിരയേണ്ടെന്നുറച്ചവൾ ആനന്ദമാർന്നാൾ താൻ വന്ന കാര്യം സാധിച്ചതോർക്കയാൽ. തൻ്റെ സ്വാമിയുടെ ആഗ്രഹപ്രകാരം 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒക്കെ, കാരണം 10 മാസം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, അത് തെറ്റാണ്. കാരണം ഇവിടെ 27-ാം നാളാണ് സമയം. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പുതുതായൊരു സൗരഭ്യമെന്തോ തോന്നുക കാരണം കുനിഞ്ഞു നോക്കിനാൽ കുഞ്ഞു ചിമ്മീനാൻ നീണ്ട കണ്ണുകൾ. കണ്ണടച്ചു മൂപ്പര്.
പുതുതായൊരു സൗരഭ്യം എന്തോ തോന്നുക കാരണം കുനിഞ്ഞു നോക്കിനാൾ കുഞ്ഞു ചിമ്മിനാൻ നീണ്ട കണ്ണുകൾ പേടിച്ചോ ദുഷ്ടയെ കാണേണ്ടെന്നോർത്തോ ദീനവത്സലൻ. പൊതുവേ ദീനവത്സലാണ് ഭഗവാൻ, ദീനത്വമുള്ളവരോട് വാത്സല്യവനാണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ദീനം ഉണ്ടെങ്കിലാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഇതെത്ര ആൾക്കറിയാം? ഇപ്പം ഞാൻ ഒരാളോട് ചോദിക്കാം, ഹൗ ആർ യു? ഐ ആം പെർഫെക്റ്റ്ലി ആൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെവർക്ക് ഈശ്വര കടാക്ഷം ഇല്ലാതെ അർത്ഥം. കാരണം എന്താ? ദീനവത്സലനാണ്. ദീനമില്ലാത്തവരോട് വാത്സല്യം ഇല്ല ഭഗവാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ദീനം എന്താ ചോദിച്ചാൽ, ഭഗവാനെ അങ്ങയെപ്പറ്റി പറഞ്ഞതും അങ്ങ് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും എൻ്റെ സ്മൃതിപഥത്തിൽ ഉണ്ടാവണേ. അതാണ് എൻ്റെ ദീനം. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് ഒരുപാട് അനുഗ്രഹാശസ്സുകൾ തന്നിട്ടുണ്ട്. ഐ ആം എൻജോയിങ് ഇറ്റ്. അതാവാം പരമശൈലിയെ. അതുകൊണ്ടാണ് പറഞ്ഞത്, പേടിച്ചോ ദുഷ്ടയെ കാണേണ്ടെന്നോർത്തോ ദീനവത്സലൻ മരിച്ചിടുമതിൻ ഗോഷ്ഠി കാണാൻ മടി നിമിത്തമോ. എൻ്റെ മുമ്പിലുള്ളവളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ എന്നെ കണ്ടിട്ട് ഇനി അവൾ സന്തോഷിക്കൊന്നും വേണ്ട. അങ്ങനെ മരിച്ചിടും അതിൻ ഗോഷ്ഠി കാണാൻ മടി നിമിത്തമോ. കാപട്യവും കൊണ്ടണയുന്നവൻ തൻ ബാഹ്യവിഭ്രമം കാണേണ്ട ഞാനീ വണ്ണം ചിമ്മുമെന്നറിയിച്ചതോ. അതായത് തൻ്റെ അടുത്തേക്ക് വരുന്ന പൂതന എന്ന മനോഹരി അവളുടെ കാപട്യം മറച്ചു വെച്ച് വരുന്നത് ഞാൻ കണ്ടു എന്ന് നടിക്കണില്ല. അതാണ് ഭഗവാന്റെ മുമ്പിൽ നമുക്കൊന്നും മറക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിക്കണത് എന്താ? ഞാൻ എല്ലാവരെയും കണ്ണു വെട്ടിച്ചു, അങ്ങനെയാണ്. അപ്പോൾ കാപട്യവും കൊണ്ടണയുന്നവർ തൻ ബാഹ്യവിഭ്രമം കാണേണ്ട ഞാൻ ഈ വണ്ണം കൺചിമ്മുമെന്നറിയിച്ചതോ. പുണ്യമോ പാപമോ നോക്കുന്നില്ല ഞാൻ ഏതു മട്ടിലും. പുണ്യമെന്നോ പാപമെന്നോ ഞാൻ നോക്കണില്ല ഏത് മട്ടിലും. മുക്തി നൽകാൻ മടിക്കില്ലെന്നേവരോട് മുരച്ചതോ. മുക്തി കിട്ടാൻ ആണ് ഇയാൾ എന്ന് പറഞ്ഞിട്ടാണോ എൻ്റെ അടുത്തേക്ക് വരണത്? പുണ്യമോ പാപമോ നോക്കുന്നില്ല ഞാൻ ഏതു മട്ടിലും. മുക്തി നൽകാൻ മടിക്കില്ലെന്നേവരോട് മുരച്ചതോ. കുടുക്കിയിട്ടുള്ള കയറും കൊണ്ടു പിന്നാലെ അന്തകൻ. കുടുക്കിയിട്ടുള്ള കയറ് അല്ലേ? അതായത് കുടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിലിട്ട് വലിക്കാൻ. കുടുക്കിയിട്ടുള്ള കയറും കൊണ്ട് പിന്നാലെ അന്തകൻ നിൽപ്പതായി കണ്ടയാളോട് നീ വേണ്ടെന്നു നടിച്ചതോ. പൂതനേനെ വേണമെങ്കിൽ ഭഗവാന് യമനെ കൊണ്ട് കൊല്ലിക്കാം. അത് വേണ്ട, ഏതായാലും ഞാൻ തന്നെ കൊന്നോളാം. പെണ്ണോ നോക്കാതെ ഞാൻ ചെയ്തു പോയതാം അല്ലയെങ്കിലോ നിവൃത്തിയില്ല ആ ലാഞ്ഞമട്ടിൽ കണ്ണടച്ചതു ചെയ്തതാം. ഒരു നിവൃത്തിയില്ല. ഇവളെ ദീനവത്സലനായിട്ട് ഞാൻ കണ്ടാൽ അവൾക്ക് മോക്ഷം കിട്ടും. അത് വേണ്ട. ഞാൻ മോക്ഷം കൊടുക്കും ചെയ്യുന്നുണ്ട്. അമ്മസ്ഥാനത്താണല്ലോ. എന്നോതുവാനോ ഭക്തന്മാരോർക്കുന്ന പലമാതിരി സർവന്തര്യാമിയുൾപ്പൂവിൽ കണ്ടാൻ കാരുണ്യവാരിധി. അവിടെ നിർത്താം ഞാൻ. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്താം. 33-34 മിനിറ്റായി. എന്നോ കണ്ണടച്ചതു ചെയ്തതാം എന്നോതുവാനോ ഭക്തന്മാരോർക്കുന്നു പലമാതിരി. ഇതൊന്നും ഭഗവാന്റെ മനസ്സിലില്ല. ഭഗവാനൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായി, ഇവളെ കൊല്ലണം, ഇവളുടെ ഹസ് ഞാൻ പാനം ചെയ്യും എന്തായാലും. പക്ഷെ പൊതുജനങ്ങൾക്ക് പലതും ആലോചിക്കാം. അതാണ് പറഞ്ഞത്. എന്നോതുവാനോ ഭക്തന്മാരോർക്കുന്നു പലമാതിരി സർവന്തര്യാമി ഉൾപ്പൂവിൽ കണ്ടാൻ കാരുണ്യവാരി. സർവന്തര്യാമി, ഇതിൻ്റെ അർത്ഥം അറിയണേ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ടിരിക്കുന്നവൻ.
സർവന്തര്യാമി ഉൾപ്പൂവിൽ കണ്ടാൻ കാരുണ്യവാരിധി. ബാക്കിയുള്ള ഭാഗം നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.